തലമുറകളിലൂടെ കടന്നു വന്ന ഈ ക്ഷേത്രത്തിൻ്റെ ചൈതന്യവും അതുപോലെ തന്നെ അത് വലിയ വികസനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമുക്കറിയാം ശങ്കരൻ നമ്പൂതിരി അദ്ദേഹം എങ്ങനെയാണ് ഈ ക്ഷേത്രത്തെ ജീർണാവസ്ഥയിൽ നിന്ന് ഇന്ന് കാണുന്ന ഈ വലിയ രീതിയിലേക്ക് കൈപ്പിടിച്ചുയർത്തിയത് എന്നറിയാം. പിന്നീട് വന്ന ഈ പരമേശ്വരൻ നമ്പൂതിരിയും ദിവാകരൻ നമ്പൂതിരിയും എല്ലാം ഈ ക്ഷേത്രത്തെ ഇന്ന് കാണുന്ന തരത്തിലേക്കുള്ള വലിയൊരു ക്ഷേത്ര സങ്കേതമാക്കി ഇതിനെ ഉയർത്തിക്കൊണ്ടുവന്നു. ഇനി അടുത്ത തലമുറയിലേക്ക് അടുത്ത തലമുറ കൂടി എത്തണം. ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത് മറ്റു ക്ഷേത്രങ്ങളിലെ പോലെയല്ല, ഈ ക്ഷേത്രം സോഷ്യൽ മീഡിയയിലെല്ലാം വളരെ സജീവമാണ് എന്നുള്ളതാണ്. ഇവിടുത്തെ നടക്കുന്ന ചടങ്ങുകളെല്ലാം തന്നെ യൂട്യൂബിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ എല്ലാം വലിയ രീതിയിൽ ചെയ്യുന്നുണ്ട്. ഈ ക്ഷേത്രത്തിനകത്തും തന്നെ നമുക്കൊരു പഴമയും പുതുമയും എല്ലാം കാണാൻ കഴിയും. നമ്മളിപ്പോൾ രാവിലെ മുതൽ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അറിയാം എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു വളർച്ച ഇനി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇന്നത്തെ കാലത്ത് നല്ലൊരു ആവശ്യകതയാണല്ലോ, രണ്ടും നിലനിർത്തേണ്ട ഒരു ആവശ്യകത ഇന്നത്തെ കാലത്തുണ്ട്. പഴയ ആൾക്കാർക്കാണെങ്കിലും പുതിയ ആൾക്കാർക്കാണെങ്കിലും ഇതിനകത്തുനിന്ന് വന്ന് ഒരു പ്രധാനമായിട്ട് ഒരു അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു ശാന്തി ലഭിക്കുക എന്നുള്ളതാണല്ലോ പ്രത്യേകിച്ച്. അപ്പോൾ ഏറ്റവും പുതുമയായിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാർക്ക് ഏറ്റവും സൗകര്യപ്രദമായി ചെയ്യുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്നാൽ പഴമ നഷ്ടപ്പെടുകയും ചെയ്യരുത്, അങ്ങനെ രീതിയിൽ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അത് ഒരു പരിധിവരെ നടക്കുന്നു. ശ്രീശിവനെ പലർക്കും അറിയില്ല. മല്ലിയൂർ ശ്രീശിവൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണയൊക്കെ ലൈവിന് ചോദിച്ചപ്പോൾ ഒഴിഞ്ഞു മാറിയ ആളാണ്. അപ്പോൾ ശ്രീശിവനോട് ചോദിച്ച് വളരെ കഷ്ടപ്പെട്ടാണ് മനസ്സിലാക്കിയത്. നമ്മൾ രാവിലെ ഈ ലൈവ് തുടങ്ങിയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് 3-ാം തലമുറയിൽ എത്തി നിൽക്കുകയാണ്, തയ്യാറായി. ഇത് ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തിയേ. എന്താണ് പേര്? എൻ്റെ പേര് ശ്രീശങ്കരൻ. ശ്രീശങ്കരൻ, ശ്രീശിവന്റെ മകൻ, ഇളയ മകൻ, ദിവാകരൻ നമ്പൂതിരിപ്പാടിൻ്റെ ഇളയ മകൻ, ഒരേ ഒരാള്. അപ്പോൾ 3-ാമത്തെ തലമുറ അങ്ങനെ സജ്ജമാണ് മള്ളിയൂരിൽ. അപ്പോൾ തുടക്കം മുതൽ പറഞ്ഞാൽ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി എന്ന ഭാഗവത ഹംസം, പിന്നെ ഇപ്പോൾ ഗണപതി ഹോമത്തിന് കാർമ്മികത്വം വഹിക്കുന്ന മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ പുത്രൻ മള്ളിയൂർ ദിവാകരൻ നമ്പൂതിരി, മള്ളിയൂർ ശ്രീശങ്കരൻ. അപ്പോൾ ശ്രീശിവൻ സംസ്കൃതം MA പഠനം പൂർത്തിയാക്കിയിരിക്കുന്നു, ഇനി ഗവേഷണത്തിന് ഒരുങ്ങുന്നു അല്ലേ? അതേക്കുറിച്ചൊന്ന് പറഞ്ഞിട്ട് ഭാഗവതത്തിലേക്കും മള്ളിയൂരിലേക്കും വരാം. ഇപ്പോൾ ജസ്റ്റ് MA സംസ്കൃതം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഗവേഷണം ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. എല്ലാം പ്രശ്നങ്ങളെ വിചാരിക്കണ പോലെ എല്ലാം നമ്മുടെ കയ്യിലല്ലോ, പ്ലാൻ ചെയ്ത് ഒന്നും മുന്നോട്ട് പോകാൻ പറ്റാറില്ല. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. മുത്തച്ഛനെ കുറിച്ച്, ഭാഗവതത്തെ കുറിച്ച്, മള്ളിയൂരിനെ കുറിച്ചൊക്കെ. മള്ളിയൂരിനെ കുറിച്ചും ഈ കാണുന്നതാണ് മള്ളിയൂർ. ഇത്രയും ഒരു 20 വർഷം മുമ്പ് വന്നവർക്കറിയാം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു മള്ളിയൂർ. അപ്പോൾ ഇത്രയും മാറ്റം ഉണ്ടായിട്ടുണ്ട്, എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ്റെ ആ തപസ് കൊണ്ടും ഗണപതിയുടെ ശക്തി കൊണ്ടും മാത്രമാണ്. അപ്പോൾ അടുത്ത തലമുറയും മള്ളിയൂരിൻ്റെ, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാണുന്ന മഹാക്ഷേത്രമോ ഇത്ര വലിയ സംവിധാനങ്ങളോ ഇല്ല എന്നുള്ളതാണ് ശ്രീശിവനും ശ്രീ ദിവാകരൻ നമ്പൂതിരിയും പറയാൻ ശ്രമിച്ചത്. ഒരു രാവിലെ തന്നെ അങ്ങ് പറഞ്ഞു, ഒരു കുഞ്ഞ് ശ്രീകോവിൽ എന്ന് പറയാവുന്ന ഒരു ഘടന, 40 വർഷത്തെ ഭാഗവത ഹംസത്തിൻ്റെ ഉപാസന, അതിൽ നിന്ന് കിട്ടിയ അനുഗ്രഹം, അത് അദ്ദേഹത്തെയും ആ അനുഗ്രഹം തേടിയെത്ത ഭക്തജനങ്ങൾ, പിന്നെ അഹങ്കാരമില്ലാത്ത, നാട്യങ്ങളില്ലാത്ത, സ്വയം പ്രകീർത്തിക്കാത്ത, പലപ്പോഴും നർമ്മരൂപത്തിൽ കഥാരൂപത്തിൽ ഭാഗവതം കഥകൾ പറഞ്ഞു തന്നിരുന്ന ഭാഗവത ഹംസം, അങ്ങനെ തേടിയെത്തിയ കീർത്തിയും വികസനവുമാണ് ഇന്ന് കാണുന്ന മള്ളിയൂരിൽ കാണുന്നത്. അപ്പോൾ ഇനി തലമുറ കൈമാറി ഈ കീർത്തിയുടെ ആ ഒരു ദീപം കെടാതെ സൂക്ഷിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വമാണ് ഈ ഇന്ന് മള്ളിയൂരിലെ തിരുമേനിമാർക്കുള്ളത്.